പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ ഇന്ത്യയിലെ ആദ്യത്തെ എമർജൻസി കെയർ സർവീസായ ആംബുവൻ പ്രവർത്തനം ആരംഭിച്ചു. കണ്ണൂർ പുതിയ തെരുവ് മാഗ്നറ്റ് ഹോട്ടലിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര IPS പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിച്ചു. അപകടങ്ങൾ, ഹൃദയാഘാതം, സ്ട്രോക്ക് തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങളിൽ അതിവേഗം വൈദ്യസഹായം ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. In an emergency, every second matters. AmbuOne brings help instantly. With AmbuOne, help is just one touch away. So it's a big project. അതേ ഒരു പ്രൈവറ്റ് ഓർഗനൈസേഷനായ നിങ്ങൾ ഒരു കൂട്ടായ്മയായിട്ട് ഇങ്ങനെ ഒരു ആംബുവൻ നിങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ സ്മോൾ പ്രോജക്റ്റ്, ഇറ്റ്സ് എ വെരി വെരി ബിഗ് പ്രോജക്റ്റ്. പറയാനുണ്ടെങ്കിൽ കാണാൻ നിങ്ങൾ വളരെ സിമ്പിളായിട്ട് കണ്ടാലോ, ടെക്നോളജി ഇതിന് പുറകിൽ നല്ല ടെക്നോളജി ഉണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചാലഞ്ച് വരാൻ പോകുന്നത് ഡേ ടു ഡേ മെയിൻ്റെനൻസ് ആണ്. ആംബുലൻസിൽ ഇപ്പം ഞങ്ങൾ 100 തവണ സക്സസ്ഫുൾ ആയിട്ട് ആ സ്പോട്ടിൽ എത്തിയിട്ട് 100 തവണ 100 ഒരു പേഷ്യൻസിന് ജീവനം രക്ഷണ ചെയ്തിട്ടുണ്ടാകാം. ഏതെങ്കിലും ഒരു പേഷ്യൻറ്റിൻ്റെ വിഷയത്തിൽ കുറച്ച് ഡിലേ ആയാലോ, എന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് തന്നെ ഒരു വലിയ വിഷയമാക്കിയിട്ട് ഒരു ചിത്രീകരണത്തിൽ ഉണ്ടാകേണ്ട ഒരു സംഭവങ്ങളുണ്ട്. ബട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ഫോർവേഡ് നിങ്ങൾ വന്നത് തന്നെ വെരി ഗുഡ് ഇനിഷ്യേറ്റീവാണ്. ഞാൻ നിങ്ങൾ സ്വാഗതം പറയുമ്പോൾ നോക്കി, ആംബുലൻസ് ഡ്രൈവേഴ്സ് അസോസിയേഷൻ ഉണ്ട്, ഹോസ്പിറ്റൽസിൻ്റെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഉണ്ട്, ആളുകളുണ്ട്, സിവിൽ സൊസൈറ്റിയുടെ അലയൻസ് പോലെയുള്ള സിവിൽ സൊസൈറ്റിയുടെ ആളുകളുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. സോ നിങ്ങളെല്ലാവരും ഒരു കൂട്ടം ആക്കിയിട്ട് എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ഐഡിയ ആണ് നിങ്ങൾ വന്നിരിക്കുന്നത്. മൊബൈൽ ഫോണിലെ SOS ബട്ടൺ അമർത്തുകയോ നൽകിയിട്ടുള്ള QR കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്താൽ ഗൂഗിൾ ലൊക്കേഷൻ വഴി ആംബുലൻസ് സൗകര്യം ഉടൻ ലഭ്യമാകും. രോഗിയെ ഏറ്റവും അടുത്ത ആശുപത്രിയിൽ എത്തിക്കുന്നതിനൊപ്പം ചികിത്സയ്ക്ക് അത്യാവശ്യമായ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർമാർക്ക് ലഭ്യമാക്കാനും ഈ സോഫ്റ്റ്വെയർ നിയന്ത്രിത സിസ്റ്റത്തിലൂടെ സാധിക്കും. ഒറ്റയ്ക്ക് താമസിക്കുന്നവർക്കും പ്രായമായവർക്കും ഏറെ പ്രയോജനകരമായ ഈ സേവനം കുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നത് പോലുള്ള മറ്റ് അടിയന്തര സാഹചര്യങ്ങളിലും ബന്ധുക്കൾക്കും പോലീസിനും കൃത്യമായ വിവരം കൈമാറാനും സഹായിക്കും. പ്രതിവർഷം 899 രൂപ പ്രീമിയത്തിൽ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിൽ 20,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൊച്ചി ആസ്ഥാനമായ iLogix ഇന്നോവേഷൻസിൻ്റെ സഹസ്ഥാപനമായ ഡിജിറ്റൽ അസൻഡ് പ്രൈവറ്റ് ലിമിറ്റഡ് 4 വർഷത്തെ ഗവേഷണങ്ങൾക്കൊടുവിലാണ് ആംബുവോൺ വികസിപ്പിച്ചത്. കണ്ണൂർ വിഷൻ ചാനലാണ് ഇതിൻ്റെ കേരളത്തിലെ മാർക്കറ്റിംഗ് നിയന്ത്രിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 9447 706 480 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ഉദ്ഘാടന ചടങ്ങിൽ COA സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗവും ആംബുവൺ പ്രോഗ്രാം ഡയറക്ടറുമായ V ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജീവൻ്റെ വില തീർച്ചയായിട്ടും നമ്മുടെ സമയവും ജീവനും കൂട്ടിപ്പിടിച്ച് നമ്മുടെ എപ്പോഴും രക്ഷകനായി മാറാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണ് ഇവിടെ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ടൈം ഈസ് പ്രഷ്യസ്, ലൈഫ് ഈസ് മോർ പ്രഷ്യസ്, ആംബുവൺ ഈസ് മോസ്റ്റ് പ്രഷ്യസ്. താങ്ക് യു. COA കണ്ണൂർ ജില്ലാ സെക്രട്ടറി MR രജീഷ് സ്വാഗതം പറഞ്ഞു. iLogix ഇന്നോവേഷൻസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് KP ശിവപ്രസാദ്, COA കണ്ണൂർ ജില്ലാ ട്രഷറർ AV ശശികുമാർ, കണ്ണൂർ വിഷൻ MD M വിനീഷ് കുമാർ, KV സോളാർ MD KV വിനയകുമാർ, COA ജില്ലാ പ്രസിഡന്റ് P ശശികുമാർ എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഡിസ്ട്രിക്ട് ഗവർണർ രവി ഗുപ്ത, വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്യ മേച്ചേരി, കേരള വിഷൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം K വിജയകൃഷ്ണൻ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് സച്ചിൻ സൂര്യകാന്ത്, വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി PM സുഗുണൻ, റോട്ടറി ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറി ഡോക്ടർ M വിനോദ് കുമാർ, IMA പയ്യന്നൂർ മേഖലാ പ്രസിഡന്റ് ഡോക്ടർ രഞ്ജിത്ത് കുമാർ T, കണ്ണൂർ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് C സുനിൽകുമാർ എന്നിവരടക്കം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക സംഘടനാ മേഖലകളിലെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. ഏതൊരു ബിസിനസ് ആണെങ്കിലും ഏതൊരു ബിസിനസ് ഐഡിയ ആണെങ്കിലും അത് മുൻപോട്ട് വരുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന ഏതെങ്കിലും ഒരു പ്രശ്നത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഏതൊരു ബിസിനസ് ഐഡിയയും മുമ്പോട്ട് വരുന്നത്. ആ പ്രശ്നത്തിനെ എത്ര എഫക്റ്റീവായാണ് ആ പ്രോഗ്രാം
ആ ബിസിനസ് ഐഡിയ കാണുന്നത് അല്ലെങ്കിൽ നടത്തപ്പെടുന്നത് എന്നതിനെ ആശ്രയിച്ചായിരിക്കും ആ ഒരു പ്രോഗ്രാമിൻ്റെ വിജയം ഉൾക്കൊള്ളുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പ്രോഗ്രാമിനെ നോക്കി കാണുന്നത്. ഈ പ്രോഗ്രാം സോൾവ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമെന്ന് പറഞ്ഞാൽ, നമുക്കറിയാം വളരെയധികം റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. നമ്മുടെ സംസ്ഥാനവും അങ്ങനെ തന്നെയാണ്. നിലവിലുള്ള റോഡിൻ്റെ സാഹചര്യങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ഡ്രൈവിങ്ങിലുണ്ടാകുന്ന നമ്മുടെ ഒരു കൾച്ചറിൻ്റെ പ്രശ്നങ്ങളോ എന്തൊക്കെയാണെങ്കിൽ പോലും റോഡ് അപകടങ്ങൾ വളരെ വലിയ തോതിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്.